നമ്മൾ ഇന്നലെ ഇന്നുമായിട്ട് ഒരു വാർത്ത വരുന്നുണ്ട്. പിണറായിക്കായിട്ട് വീട്ടുമുറ്റത്ത് ഒരു പോലീസ് സ്റ്റേഷൻ, സഞ്ചരിക്കുന്ന പോലീസ് സ്റ്റേഷൻ, പക്ഷേ ഇപ്പോൾ സഞ്ചരിക്കുകയില്ല. ഇപ്പം അത് അവിടെ അനങ്ങാതെ കിടക്കുന്ന പോലീസ് സ്റ്റേഷനായി മാറിയിരുന്നു. അതാണ് വളരെ വലിയ ഒരു മനുഷ്യാവകാശ ലംഘനമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് സത്യത്തിൽ. കണ്ണൂരിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്വന്തം വീടുള്ള സ്ഥലം പാണ്ഡ്യാലയല്ലേ? പാണ്ഡ്യാലയിൽ വീടിന് വെളിയിലായിട്ട് ഒരു ടാറ്റാ സുമോ വാൻ, പോലീസ് വാൻ, അതായത് കണ്ടം ചെയ്യാറൊരു വാനാണ് അത്. ആ വാനിനകത്ത് ഒരു പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നു എന്നാണ്. അതായത് പിണറായി വിജയൻ്റെ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ വാൻ അവിടെ ഇട്ടിരിക്കുകയാണ്. ഇതൊരു മതിലിനോട് ചേർത്ത് ഇട്ടിരിക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ ഒരു വശത്തെ ഡോറുകൾ തുറക്കാൻ കഴിയില്ല. ഇത് മതിലിനോട് ചേർത്ത്. ഇതിന് ടയർ ഉണ്ട്, ബാറ്ററി ഇല്ല, ഇതിൻ്റെ സാധനങ്ങളില്ല, എല്ലാം പ്രവർത്തനരഹിതമായിട്ടുള്ള ഒരു സ്ഥലം. അതിനകത്ത് 6 പോലീസുകാരാണ് ഡ്യൂട്ടി ചെയ്യുന്നത്. പലപ്പോഴായിട്ട് അവർക്ക് ഡ്യൂട്ടി ടൈം കൊടുത്തിട്ടുണ്ട്. അതിന് AR ക്യാമ്പിൽ നിന്നുള്ള പോലീസുകാർ, ഒരു ASIയുടെ നേതൃത്വത്തിലാണ്, ഗ്രേഡ് ASIയുടെ നേതൃത്വത്തിലാണ് ഈ 6 പോലീസുകാർ ജോലി ചെയ്യുന്നത്. എന്താണ് ഇവരെ ജോലിയെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല, മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് ഇപ്പം ഈ വാർത്ത പുറത്തു വരുന്നത് ഇപ്പോഴാണ്. കാരണം എനിക്ക് തോന്നുന്നത് അവിടെ പോയി ഇത്തരം ഒരു വാർത്ത എടുക്കാൻ ജനങ്ങൾക്ക് ധൈര്യമുണ്ടായതും മാധ്യമപ്രവർത്തകർക്ക് ധൈര്യമുണ്ടായതും അങ്ങനെ ഒരു വാർത്ത പുറത്തു വരണമെന്ന് പോലീസുകാർക്ക് ആഗ്രഹമുണ്ടായതും ഇപ്പോഴാവും. മാത്രമല്ല, പണ്ട് ആരെങ്കിലും ഈ വീടിൻ്റെ ഫോട്ടോ എടുക്കാൻ ചെന്നിരുന്നുവെങ്കിൽ അവൻ പോയ ഷേപ്പ് തിരിച്ചു വരെയില്ല. പോലീസ് വധശ്രമ കേസിൽ അവൻ്റെ ഗൂഢാലോചന കേസിലെ പിടിച്ചകത്തുകയും ചെയ്യും. FIR ഇടുമായിരുന്നു അപ്പോൾ തന്നെ. അപ്പോൾ ഇത്രയധികം ഭീതി, എന്തൊരു ഭീതിയാണെന്നൊന്ന് ആലോചിച്ചു. എന്തായിരുന്നു ഇതിന് മാത്രം ഭീതി ഇദ്ദേഹം? അത് ലോകത്തെ ഈ എന്താണ് വലിയ ഓട്ടോക്രാറ്റുകളായിരുന്നു അറിയപ്പെടുന്ന പലരും ഭീരുക്കളായിരുന്നു. അവർ ആ ഭയം കൊണ്ട് തന്നെയാണ് അവർ ഈ ക്രൂരത കൃത്യങ്ങൾ പലതും കാട്ടിക്കൂട്ടിയിരുന്നതാണ്. ഇതിപ്പം എസ്കോട്ടം പലരും വേണ്ടെന്ന് തീരുമാനിച്ചെന്നോ പ്രതിപക്ഷ അങ്ങനെ എന്തൊക്കെ എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരു വീഡിയോ ചെയ്യാം, ഒരു ചർച്ച ചെയ്യാനുണ്ട്. ഇത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം. മനുഷ്യരാണല്ലോ ഇവർക്ക് ബാത്റൂമിൽ ഒന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന് വിചാരിച്ചാൽ അതിന് സംവിധാനം അവിടെ ഇല്ല. പിണറായി വീട്ടിൽ കയറാൻ പറ്റില്ല, എല്ലാവർക്കും ഇല്ല, അവിടെ പറ്റില്ല. അയൽവക്കത്തുള്ള വീടുകളിലാണ് മുമ്പ് പോകുമായിരുന്നത്. ഇതേ സംബന്ധിച്ച് ഞാൻ നിരവധി പത്രവാർത്തകൾ വായിച്ചു. ഒരു പത്രത്തിലല്ല, എല്ലാത്തിലും വന്ന് പലതും വായിച്ചു, പല ആംഗിളിലാണ്. അപ്പോൾ ഒന്നിനകത്ത് എഴുതിയിരിക്കുന്നത് ഈ പോലീസുകാർ രാവിലെ അടുത്തുള്ള വീടുകളിൽ ചെന്ന് ചോദിക്കുന്നു, ബാത്റൂമിൽ പോയിക്കോട്ടെ, വാഷ്റൂമിൽ നിന്ന് പോയിക്കോട്ടെ. ഇവരിങ്ങനെ കുറേ നാളിങ്ങനെ കയറി ഇറങ്ങാൻ തുടങ്ങി. അപ്പം നമ്മളാണേലും ആരാണേലും, നമ്മളിപ്പോൾ ഒരു ദിവസം ഒരാൾ അത്യാവശ്യക്കാരൻ വന്ന് ഞാൻ ബാത്റൂമിൽ പോയിക്കോട്ടെ എന്ന് ചോദിച്ച പോലെ ബാക്കി പിന്നെ നമ്മൾ അനുവദിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരെ അവിടെ വിലക്കപ്പെട്ട് കാണാമായിരിക്കും. തടസ്സപ്പെടുന്ന രീതിയിലാണ്. പിന്നെ മാത്രമല്ല, പോലീസുകാരെ വീട്ടിൽ കയറ്റാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഉണ്ട്. ഒരു ബാത്റൂമിലാണെങ്കിലും ശരി, എവിടെ ആണെങ്കിലും അവർ നിങ്ങൾ ഞാൻ വരുന്നത് ഞാൻ എതിർപ്പോണത് മുഖത്ത് നോക്കി പറയുന്ന ആൾക്കാരും പിണറായിയുടെ നിലപാടിനോട് വിയോജിപ്പുള്ള ആൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലാണെന്ന് തോന്നുന്നു ഇവർ പിന്നെ അടുത്തുള്ള ത്രിവേണിയുടെ എന്തോ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, അവിടെയാണ് ഇപ്പോൾ അവിടുത്തെ ബാത്റൂമാണ് ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഈ സ്റ്റേ ബസ്സുകളുണ്ട്, സ്റ്റേ സർവീസ്. ഈ സ്റ്റേ സർവീസുകൾ KSRTC അനുവദിക്കുമ്പോൾ അവരാദ്യം ഉറപ്പാക്കുന്നത് ഇത് ജീവനക്കാർക്കുള്ള പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനും കിടന്നുറങ്ങാനുമുള്ള സ്ഥലം ലഭ്യമാക്കണം. അത് മിക്കവരും വണ്ടിക്കകത്ത് വേണേൽ കിടന്നുറങ്ങാം, പക്ഷെ രാവിലെ എണീറ്റ് ഈ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കണ്ടേ. അതുകൊണ്ട് ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരു സ്റ്റേ സർവീസ് പോയാൽ ആ പറയുന്ന സ്ഥലത്ത് പഞ്ചായത്ത് ഇടപെട്ട് അല്ലെ പൊതുജനങ്ങൾ ഇടപെട്ട് എവിടെയെങ്കിലും ഒരു കഴിയാനൊരു സ്ഥലം, മിക്കവാറും ഞാൻ മനസ്സിലാക്കിയിടത്തോളം പഞ്ചായത്ത് ഇടപെട്ട് കൊടുക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒന്നുകിൽ ലൈബ്രറി ആയിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും സ്കൂളിൻ്റെ ഒരു റൂമായിരിക്കും. അപ്പോൾ അവർക്ക് ഈ പ്രാഥമിക ആവശ്യം നിറവേറ്റാനുള്ള സൗകര്യം കൊടുത്തു. അതുകൊണ്ട് തന്നെ ഇവർ വെളുപ്പിന് 3 മണിക്കും 4 മണിക്കും ഒക്കെ പുറപ്പെടുന്ന വണ്ടികളായിരിക്കും. അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. ഈ പിണറായിയുടെ വീടൊന്നും തുറന്നു കൊടുത്തിരുന്നെങ്കിൽ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് അവിടെ പിണറായി എപ്പോഴും അവിടെ കാണില്ല, വല്ലപ്പോഴായിരിക്കും വരുന്നത്. അതെ, അങ്ങനെയെങ്കിലും അവർക്ക് ഒരു സാധാരണ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ താമസിക്കാനുള്ള അടിസ്ഥാന അല്ലെങ്കിൽ വേണ്ടെന്നേ. ഇവർ അവിടെ ഒരു ഔട്ട് ഹൗസ് പണിയിച്ചു കൊടുക്കുക. ഇങ്ങേരെന്താണെങ്കിലും കോടികൾ തൂർത്തടിക്കുന്ന ആളാണ്. അതല്ല, ഇവിടെ കന്നാലി പശുവിന് വേണ്ടി AC തൊഴുത്തുണ്ടാക്കിയ ആളാണ്. അപ്പോൾ പശു AC തൊഴുത്തിൽ കിടക്കുമ്പോഴാണ് ഈ പാവപ്പെട്ട മനുഷ്യരും മഴയാണേലും വെയിലാണേലും അതിനകത്തിരുന്നോ. അത് എത്ര മണിക്കൂർ ഡ്യൂട്ടി ആയി, എത്ര മണിക്കൂർ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഇരിക്കുന്നതിൻ്റെ അവസ്ഥയൊന്നും ആലോചിച്ചു. ഈ വണ്ടിക്ക് ബാറ്ററി ഇല്ല, വെട്ടം വെളിച്ചമില്ല, ഒന്നുമില്ല. ഇവർ ഇതിനകത്ത് കിടന്നു. കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് ആഭ്യന്തരമന്ത്രി നടത്തിക്കൊണ്ടിരുന്നത്. ഇതേ സോക്കേട് കുറച്ച് SP മാർക്കുണ്ട്. ചില SP മാരുണ്ട്, പ്രത്യേകിച്ചും IPS കൺഫർ കിട്ടിയ ചില പാർട്ടികൾ സ്വന്തം വീട്ടിലൊരു ക്യാമ്പ് ഓഫീസ് വെക്കും. അപ്പോൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന ഒരാളുണ്ട്, പഴയ പത്തനംതിട്ട SP ആയിരുന്നു VG വിനോദ് കുമാർ. പത്തനംതിട്ട ഇരിക്കുന്ന സമയത്താണേലും തിരുവനന്തപുരത്ത് ഇരിക്കുന്ന സമയത്താണേലും അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു ക്യാമ്പ് ഓഫീസ് ഉണ്ട്. എന്ത് കാര്യത്തിന് അതിനൊരു പോലീസുകാരനെ, അയാൾ ഏത് ജില്ലയിലാണോ ജോലി ചെയ്യുന്നത് അവിടുന്ന് ഒരു പോലീസുകാരനെ ഇവിടെ ഡ്യൂട്ടിക്ക് ഇട്ടിരിക്കും. അവർ രാവിലെ എന്ന് അവിടെ ഡ്യൂട്ടിക്ക് ഇരുന്നോണം.
എന്ന് പറഞ്ഞാൽ ഇത് നേരത്തെ നമുക്കറിയാം, പോലീസുകാരെ പിടിച്ച് പട്ടിക്ക് തീറ്റി കൊടുക്കാനും പട്ടിയെ കൊണ്ട് കുളിപ്പിച്ചില്ലെന്ന് കണ്ട് തല്ലിയ സംഭവം ഉണ്ടായില്ല മോള്. ക്യാമ്പ് ഫോളോ ഓവർ എന്നൊക്കെ പറഞ്ഞ് കുറേ തസ്തികളുണ്ട്. ഇവരെയൊക്കെ ഇതിനൊക്കെ ഉപയോഗിക്കും. അപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ സുഖസൗകര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അവർ ഈ പറയുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ അല്ല ഇത് ചെയ്തോ അതൊന്നും ഇവർക്ക് അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഈ പിണറായി വിജയൻ്റെ. ഇതിപ്പോൾ പിണറായി വിജയൻ അറിഞ്ഞിട്ടാണോ ഇത് ഇതിനകത്ത് കണ്ണൂർ എസ് പിയുടേതായിട്ടൊരു വിശദീകരണം വന്നിട്ടുണ്ട്. സുരക്ഷ നൽകുന്ന ഒരു സമിതിയുണ്ട്. ആ സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് അത് കൊടുക്കുന്നത്. അത് കുഴപ്പമില്ല, പക്ഷേ മര്യാദയ്ക്ക് മനുഷ്യന് താമസിക്കാനുള്ള സംവിധാനം. പിണറായി വിജയൻ പേടിത്തൂറിയാണ്. അയാൾക്ക് എപ്പോഴും ചുറ്റിനും പോലീസല്ലേ, അയാൾക്ക് ഭയമാണ്, അയാളെ ആരോ ആക്രമിക്കുമെന്നൊക്കെയുള്ളൂ. ഇപ്പൊ ആ ഭയമില്ല. ഇപ്പോഴാണ് ശരിക്കും അയാളെ ആക്രമിക്കാൻ ആൾക്കാർ വരേണ്ടത്. അത് പക്ഷേ ഇപ്പൊ അതില്ല. മാനസിക പ്രശ്നമാണ്. അതെ. അപ്പം അങ്ങനെ വന്നിട്ട് ഈ ഭയത്തോടു കൂടി വരുന്നു. ഈ ഭയത്തോടു കൂടി വന്നിട്ട് ഇത്രയും പോലീസുകാരെ അവിടെ നിർത്തി കഴിഞ്ഞാൽ ആദ്യം അവർക്കുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ മുഖ്യമന്ത്രി തയ്യാറാണ്. പിന്നെ ഈ പോലീസുകാർക്ക് അടിസ്ഥാന സൗകര്യം വേണമെന്ന് ഈ പോലീസുകാർ പറയണം. ആര് പറയും? പോലീസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു അടിമ ജീവിത സമ്പ്രദായം ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ വലിയ നേതാക്കന്മാർ മന്ത്രിമാർക്കെതിരെയോ പോലീസ് സംവിധാനത്തിനെതിരെയോ ഒരു വിഷയം വന്ന ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു പോലീസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു. അവരാരും അറിഞ്ഞില്ല ഈ അതിക്രൂരമായ മനുഷ്യാവകാശം. തമ്പുരാൻ്റെ മുമ്പ് വിധേയത്ത് വഞ്ചവച്ചടക്കി നിന്ന് അവരവൻ്റെ കാര്യം സാധിക്കുകയില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഇനി പാവപ്പെട്ട മനുഷ്യൻ്റെ കാര്യം ആരും നോക്കും. നമ്മൾ പലപ്പോഴും നമുക്കറിയാവുന്ന പോലീസുകാർ പറഞ്ഞ കഥകളുണ്ട്. ഇതുപോലെ ഈ ഡെഡ് ബോഡിയൊക്കെ അനാഥ പ്രേതമൊക്കെ വരുമ്പോൾ രാത്രി പോലീസുകാരൻ്റെ കാവൽ ഒറ്റയ്ക്ക് നിർത്തുന്നത് അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. ചില ആളുകൾ ഇതുപോലെ ഭയമായിരിക്കും, അവർ വല്ലാതെ അസ്വസ്ഥരാകും. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പോലീസ് പലപ്പോഴും ആളുകളോട് മോശമായി പെരുമാറുന്നു എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാന കാരണങ്ങളിലൊന്ന് ഇവർക്ക് മനുഷ്യനാണെന്നുള്ള പരിഗണന പലയിടത്തും കിട്ടുന്നില്ല. അവർ വളരെ മോശമായി ട്രീറ്റ് ചെയ്യുന്നു. അങ്ങനെ കഴിയുമ്പം ആ ദേഷ്യം മേലെ ദിവസം തീർക്കാൻ കഴിയില്ല. പിന്നെ കൈ കിട്ടുന്ന സാധാരണക്കാരൻ പാവപ്പെട്ടവൻ്റെ ദേഹത്ത് തീർക്കുക എന്നുള്ളത് പലരും ചെയ്യാറുള്ളത്. അതൊരു സത്യമാണ്. ഇവർ കൊടുക്കുന്ന പരിശീലനത്തിലെങ്കിലും ഇതൊന്നും ഉൾപ്പെടുത്തണം. ഇവർ മനുഷ്യരാണ്, ഇവർക്കുള്ള അടിസ്ഥാന സൗകര്യം കൊടുക്കണം. നമ്മളിങ്ങനെ കാണാറുണ്ട് ഈ തിരുവനന്തപുരത്തൊക്കെ തന്നെ മന്ത്രി മന്ദിരങ്ങളെ മുമ്പൊക്കെ വരിക അവർക്ക് പിന്നെ താമസിക്കാൻ സംവിധാനമൊക്കെ ഉണ്ട്, വേണമെങ്കിൽ കിടക്കുകയൊക്കെ ചെയ്യാം. എങ്കിൽ പോലും ഇവരിങ്ങനെ നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മനുഷ്യരെ ഇങ്ങനെ നിൽക്കുക മണിക്കൂറോളം ഇവരിങ്ങനെ VIP പ്രൈം മിനിസ്റ്റർ പ്രസിഡൻ്റൊക്കെ തിരുവനന്തപുരത്ത് വരുമ്പോൾ ഈ ഡ്യൂട്ടി കിട്ടുന്ന പോലീസുകാരുണ്ട്. അവരിങ്ങനെ നിൽക്കുകയാണ് ഓരോരോ ജംഗ്ഷൻ അടുത്തടുത്ത ആൾ നിർത്തിക്കുകയാണ്. നമ്മൾ അപ്പോഴൊക്കെ വിചാരിക്കും എന്തൊരു കഷ്ടമാണ് ഇവരുടെയൊക്കെ കാര്യമേ. അപ്പോൾ ഒരു പോലീസുകാരനാണെങ്കിൽ ശരി, ഒരു സാധാ പ്രജയെന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അടിസ്ഥാന സൗകര്യവും വികസനവും അടിസ്ഥാന സൗകര്യങ്ങളും അവന് അനുവദിച്ചിരിക്കുന്ന ഭരണഘടന അനുവദിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യവും ഒക്കെ കൊടുക്കേണ്ട ഒരാളാണ് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി. അതെ, ആ മുഖ്യമന്ത്രി തന്നെയാണ് ഈ ആഭ്യന്തര വകുപ്പിൻ്റെ മന്ത്രിയും. അപ്പോൾ സ്വാഭാവികമായും തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഈ ആൾക്കാർക്ക് പിന്നെ ഇത്തരം ഒരു വലിയ നരക ജീവിതം അവിടെ അനുഭവിക്കുന്നു എന്നുള്ളത് അദ്ദേഹം അറിയാഞ്ഞിട്ടാണോ, ഇനി അദ്ദേഹത്തെ ഇതാരും ധരിപ്പിക്കാഞ്ഞിട്ടാണോ, എന്താണെങ്കിലും വളരെ വലിയൊരു മനുഷ്യാവകാശ ലംഘനം തന്നെയാണ്. ഈ നമ്മുടെ നാട്ടിൽ പണ്ട് ജന്മി കുടിയാൻ പ്രശ്നങ്ങളിലൊക്കെ തന്നെ അന്ന് ജന്മിമാർ ഇത്തരത്തിൽ സാധാരണ കുടിയാന്മാരോട് കാണിച്ചിരുന്ന ക്രൂരതകൾക്കെതിരെ പോരാടിയാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വളർന്നു വന്നത്. BSNA പോലുള്ള നേതാക്കന്മാരൊക്കെ അവിടെ ചെന്ന് ഇതിനെതിരെ പോരാട്ടം നടത്തി ജീവൻ അവഗണിച്ചുകൊണ്ട് നടത്തി പോരാട്ടത്തിൽ കൂടെയാണ് അവരൊക്കെ എല്ലാം ഉള്ളവർ. അവരൊക്കെ സാധാരണ മനുഷ്യരാണെന്നുള്ള പരിഗണന കൊടുത്തു. ഈ പറഞ്ഞതുപോലെ ഈ പിണറായി ഇപ്പോൾ ഈ പോലീസുകാരോട് കാണിക്കുന്നത് പോലത്തെ ക്രൂരതയാണെന്ന് പല ജന്മിമാരും അവിടെ കുടിയാന്മാരോടൊക്കെ ചെയ്തിരുന്നു. മനസ്സിലായില്ലേ? കുഴി കുത്തിയിട്ട് അവിടെ പിന്നെ ഭക്ഷണം കൊടുക്കുക മണ്ണിൽ, അങ്ങനെ അത്ര വരെ മോശമായ രീതിയിൽ പെരുമാറിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് അത് മാറ്റിയെടുത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അത് മനസ്സിലാക്കാൻ അത് പിണറായി അല്ല, പണ്ടുണ്ടായിരുന്ന ആളാണ്. അങ്ങനെ വളർന്നു വന്നൊരു പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണ് ഇപ്പോൾ ഇമാതിരി ഈ പോലീസുകാരെ മനുഷ്യരായിട്ട് പോലും കണക്കാക്കാത്ത രീതിയിൽ ഇത്തരത്തിൽ പെരുമാറുന്നത്. അല്ല, ഈ പോലീസ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അതാത് പാർട്ടി ഭരിക്കുമ്പോൾ അതാത് ആൾക്കാരെ കൊണ്ടുപോയി. ഇവരുടെ ലക്ഷ്യം എന്താ? പോലീസുകാർ ഏറ്റവും കൂടുതൽ പോലീസുകാരെ ആത്മഹത്യ ചെയ്ത് പിണറായി ഭരണത്തിൻ്റെ കീഴിലാണ്. ഏറ്റവും കൂടുതൽ പോലീസുകാരെ ടെർമിനേറ്റ് ചെയ്ത് പിണറായി ഭരണത്തിന് കീഴിൽ. നമുക്കറിയാം ഉമേഷ് വള്ളിക്കുന്ന് നല്ല നട്ടലുള്ള തൻ്റെ ഇടമുള്ള പോലീസുകാരനാണ്. അയാൾ പോലീസ് സേനയിലെ പുഴുക്കുത്തുകൾക്കെതിരെ പ്രതികരിച്ച ആളാണ്. നമ്മുടെ B അശോകിനെ പോലെയും അവർ സിവിൽ സർവീസിൽ ഇരുന്നുകൊണ്ട് സിവിൽ സർവീസ് നടക്കുന്ന കൊള്ളരുതായ്മയ്ക്കെതിരെ B അശോക് N പ്രശാന്തും പ്രതികരിച്ച പോലെ പോലീസിലെ കൊള്ളരുതായ്മയ്ക്കെതിരെ പ്രവർത്തിച്ച ആളാണ് ഉമേഷ് വള്ളിക്കുന്ന്. ഈ ഉമേഷ് വള്ളിക്കുന്നിനെ ടെർമിനേറ്റ് ചെയ്യുകയാണ് ഇവർ ചെയ്തത്. അതേസമയം വേറൊരു പോലീസ് ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ട്, അയാളുടെ പേര് ഞാൻ പറയുന്നില്ല, അതിക്രൂരമായ മനുഷ്യാവകാശ ലംഘനം കാണിച്ച് ടെർമിനേറ്റ് ചെയ്ത ആളാണ് അയാളെ ഇവർ തിരിച്ചെടുത്തു. ആ പോലീസ് തിരിച്ചെടുത്തു, ടെർമിനേറ്റ് ചെയ്തിട്ട് അയാളെ തിരിച്ചെടുത്ത് സർവീസിൽ പ്രവേശിച്ചു. അതെ. അപ്പോൾ അങ്ങനത്തെ എന്താണ് പോലീസ് അസോസിയേഷൻ്റെ ദൗത്യം? തങ്ങളുടെ പോലീസുകാർക്ക് മാന്യമായ വേതനവും മാന്യമായ വിശ്രമ സമയവും മാന്യമായ ഡ്യൂട്ടി രീതികളും ഒരുക്കി കൊടുക്കുക എന്നുള്ളത്. പക്ഷേ ഇവിടെ തമ്പുരാൻ ഓശാന പാടാൻ വേണ്ടി കുറേ പോലീസുകാരെ കൊണ്ടുവന്ന് അടിമപ്പണി ചെയ്യാനായിട്ട് വീട്ടുമൃഗങ്ങളെക്കാൾ കഷ്ടമായിട്ട് കാവൽ നായകളെക്കാൾ കഷ്ടമായിട്ട് അവിടെ ഇട്ടിരിക്കുകയാണ്. ഇതിനൊന്നും ചോദ്യം ചെയ്യാൻ ഒരു മനുഷ്യാവകാശ സംഘടനകളും ഇല്ല,
ഒരു പോലീസ് അസോസിയേഷൻ. ആരുമില്ല. എന്താ നമ്മളെ കൂടെ വരുന്ന ഒരിക്കലേ വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഒരു അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം പോലീസിൽ എസ് ഐ ആയിരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഒരിക്കലും പറയായിരുന്നു ഈ പണ്ടത്തെ കാലത്ത് ഈ എസ്കോട്ട് പോകുമ്പോഴേ ഇവർ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് പോകുന്ന ഒരു രീതിയുണ്ട് അത് പലപ്പോഴും. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പലപ്പോഴും ഈ അന്നത്തെ പല നേതാക്കന്മാരൊക്കെ തന്നെ അവർ വഴിക്കാർ ഭക്ഷണം കഴിക്കുക ഇതൊക്കെ ചെയ്യുന്നു, പക്ഷേ കൂടെ വന്നാലും വെള്ളം കിട്ടിയെന്ന് പോലും ആരും അന്വേഷിക്കാറില്ല. പക്ഷേ അക്കാര്യത്തിൽ വളരെ വ്യത്യസ്തനായ ഒരാളായിരുന്നു അവക്കാദർ കുട്ടി നെഹ, ഉപമുഖ്യമന്ത്രി, അത് ലീഗിന് വലിയ നേതാവായിരുന്ന ആൾ, പൊതുമരാമത്തിന് മന്ത്രി. അദ്ദേഹം ദീർഘകാലം മന്ത്രിയായിരുന്ന ആളാണ്. അതേപോലെ സമ്പന്നയുടെ പേരിൽ എൻ്റെ ചെറുപ്പത്തിൽ ഓർക്കുന്നു. അതാണ്, അദ്ദേഹം വലിയ ആളാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹം ഇങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം എവിടെ വേണമെങ്കിലും തൻ്റെ ഒപ്പം വരുന്ന പോലീസുകാരെ അവരൊക്കെ ഉണ്ടല്ലോ, ഇവർ ഭക്ഷണം കഴിച്ചു എന്ന് അദ്ദേഹം വന്ന് ഉറപ്പുവരുത്തുമെന്ന് പറഞ്ഞു. അദ്ദേഹം കഴിക്കുള്ളൂ പറഞ്ഞു. അദ്ദേഹം നോക്കും. അപ്പോൾ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലാണെങ്കിലും ചിലപ്പോൾ അദ്ദേഹം സുഹൃത്തുക്കളെ വീട്ടിലായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞിരിക്കും എൻ്റെ കൂടെ പറഞ്ഞ പോലീസുകാർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറയുകയും കൃത്യമായി അവർക്കും, അത് മാത്രമല്ല ഇവരെ ഏതെങ്കിലും ഓടെ കൊണ്ടു നിർത്തി ഭക്ഷണം കൊടുക്കാനല്ല, അവരെയും കൂടെ അവിടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കുമായിരുന്നു പറഞ്ഞു. ഈ പോലീസുകാർ കൂടെ പറഞ്ഞത് ഇതൊരു മനുഷ്യരാണല്ലോ. ചില ആളുടെ പ്രത്യേകത അറിയാലോ, പ്രമുഖൻ അകത്തിരുന്ന് കഴിക്കുമ്പം കൂടെ വന്ന കീഴാളൻ അവൻ വെളിയിരുന്ന് വല്ലയിടത്തും പോയിരുന്ന് കഴിച്ചു ഭക്ഷണം കൊടുക്കുമായിരിക്കും, പക്ഷേ മനുഷ്യനാണുള്ള പരിഗണന കാണിക്കാറില്ല. അങ്ങനെയൊന്നും അല്ലാത്ത എത്രയോ നല്ലവരായ മനുഷ്യർ നമ്മുടെ നാട് ഭരിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം. അപ്പോൾ പിണറായി വിജയനെ പോലെ സാധാരണക്കാരായ മനുഷ്യരെക്കുറിച്ച് ചിന്തിക്കാത്ത ആളൊക്കെ ഇത് സ്വാഭാവിക കാര്യം മാത്രമാണ്. എങ്കിൽ പോലും ഇനിയെങ്കിലും പുതിയ ആഭ്യന്തരമന്ത്രിയൊക്കെ വന്നിട്ടുണ്ട്, ഇവരെ മനുഷ്യരെ കണക്കാക്കി സെക്യൂരിറ്റി കൊടുത്ത പിണറായിക്ക് അതൊന്നും കുഴപ്പമില്ല. കാരണം അതിന് ഭയമുള്ള ആളിന് സെക്യൂരിറ്റി കൊടുക്കുന്നത് വലിയ തെറ്റൊന്നുമില്ല. പക്ഷേ ഇക്കാര്യത്തിൽ ഇവർ അടിയന്തര തീരുമാനം എടുക്കണം. നമ്മുടെ ഏതായാലും മുഖ്യമന്ത്രിയും നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയൊക്കെ ഈ ഒരു വിഷയത്തിൽ ഇടപെടുമെന്നാണ് നമുക്ക് തോന്നുന്നത്, അല്ലേ? അതെ, തീർച്ചയായും.